ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റിന് ലഭിച്ചിട്ടുള്ള വിസ റിജക്ഷൻ ലെറ്ററും അതിന്റെ സൊല്യൂഷനുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റുഡന്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ലാംഗ്വേജ് കോഴ്സിന് മാത്രമാണ്. എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ ജർമ്മൻ പഠിക്കാനായിട്ട് പോകുന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് പ്രൂവ് ചെയ്യണമെന്നാണ് എംബസി പറയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള മോട്ടിവേഷൻ ലെറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അദ്ദേഹം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായുള്ള മോട്ടിവേഷൻ ലെറ്റർ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു റിജക്ഷൻ വരാനുള്ള ഒരു കാരണം. ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള പ്രൂഫ് വെച്ചിട്ട് രണ്ടാമത് അപ്ലൈ ചെയ്യുക, റീ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് പഠിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലെറ്ററിന്റെ ഡീറ്റെയിൽസോ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ടുള്ളതിന്റെ ഓഫർ ലെറ്ററോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ, അതുപോലെ തന്നെ ഒരു ജോബിനാണ് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ തുടങ്ങിയ വെച്ച് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ജർമ്മനി വിസ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് വിസ റിജക്ഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.